ഓക്കെ, അപ്പം നമ്മൾ കിച്ചൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം, പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. പിന്നെ നമുക്കിപ്പോൾ ഒരു എക്സ്റ്റീരിയർ ഒന്ന് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ PDF ഫയൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ തന്നെ 2 CAD ഫയലും ആക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ CAD ഫയൽ PDF എങ്ങനെയാണ് CAD ഫയൽ ആക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കിച്ചൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി അറിയാത്തവർ. ഓക്കെ, നമുക്കൊരു സ്കെച്ചപ്പിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാം. ഒരു ന്യൂ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ CAD ഫയൽ ഇതിനോട്ട് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഇവിടെ യൂണിറ്റ് ചിലപ്പോൾ മാറിക്കിടക്കുന്നുണ്ടാവും, ജസ്റ്റ് സെൻറ്റിമീറ്റർ ഒന്ന് ആയിക്കോട്ടെ. ഏതാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു യൂണിറ്റിലോട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് അടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. പക്ഷെ അത് ഗ്രൗണ്ട് ഫ്ലോർ നോക്കുമ്പോൾ വലിയ സൈസിലും ഫസ്റ്റ് ഫ്ലോർ ചെറിയ സൈസിലുമാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സൈസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് 2.78 വരുന്നത് ഈ ഒരു സൈസ്. അതല്ലെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 155 ഈ ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. കിച്ചൻ്റെ ഇൻറ്റീരിയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ സ്കെയിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടാപ്പ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സ്കെയിൽ ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പിന്നെ ഇത് ഗ്രൂപ്പാണല്ലോ, നമ്മളെ പ്ലാന് കാര്യങ്ങളൊക്കെ എപ്പോഴും ഗ്രൂപ്പായിട്ടാണ് ഇമ്പോർട്ട് ആകുമ്പോൾ വരിക. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. അതിന് ശേഷം അടിച്ച് ടാപ്പ് ടൂൾ എടുക്കുക. ഈ ഒരു കോർണർ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലോട്ട് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സൈസ് വരുന്നത് 155. അപ്പോൾ നമ്മൾ കീബോർഡിനകത്ത് 1.55 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റീസൈസ് ചെയ്യണമെന്ന് ചോദിക്കും. അത് എസ് അടിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് സ്കെയിലാവും. ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എത്രയാണ് സൈസ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നമ്മളെപ്പോഴും റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, ഇത് 155 വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൈസ് ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ PDF ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് 2.10 ഈ ബാത്റൂമിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരിക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ടാപ്പ് ടൂൾ എടുത്തിട്ട് ഈ പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഈ പോയിന്റ് കൊടുന്ന് വെക്കുക. ഇത് ഓക്കെ, ഇത് കറക്റ്റ് 2.10 സൈസിൽ തന്നെ വന്നിട്ടുണ്ട്. മെഷർമെൻറ്റ് കാര്യങ്ങൾ ഓക്കെ ആണ്. അപ്പോൾ ഇത് ഓക്കെയാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡിഫാൾട്ട് ട്രാനകത്ത് ഇവിടെ ടാഗ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ എപ്പോഴും നമ്മൾ ടാഗ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു പ്ലാൻ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഹൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഹൈഡ് ചെയ്യുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഗ്രൂപ്പിൻ്റെ ഉള്ളിലൊക്കെയാണ് നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വന്നിട്ട് അൺഹൈഡ് അടിച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരില്ല. അപ്പോൾ നമുക്കത് സാധനം ചെയ്തു വെച്ച ഫയൽ മിസ്സാവാനൊക്കെ എപ്പോഴും സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാഗ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന രീതി ആദ്യം തന്നെ ഇതിലുള്ള നിലവിലുള്ള ഇതിപ്പോൾ നമ്മൾ ഓട്ടോക്കാഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്ന ടാഗുകളാണ്. ഇത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യും. എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫായി പോയി. എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാഗിൽ വരും ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ട എല്ലാ സംഭവവും നമ്മൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ആയി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സെലക്ട് ചെയ്തു, ലാസ്റ്റത്തെ ഷിഫ്റ്റ് പ്രസ് ചെയ്താണ്ട് ലാസ്റ്റത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആകും. അതിനുശേഷം മൗസിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഡിലീറ്റ് ടാഗ് അടിക്കുക. ഓക്കെ, അതിനുശേഷം ഈ പ്ലസ് ബട്ടൺ കണ്ടില്ലേ, ഈ പ്ലസ് ബട്ടൺ വന്നു കഴിഞ്ഞാൽ പുതിയ ടാഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആഡ് ടാഗ് ക്ലിക്ക് ചെയ്യുക, അതിന് നെയിം കൊടുക്കുക, പ്ലാനിന്ന് നെയിം കൊടുക്കുക. അതിനുശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് രണ്ടും സെലക്ട് ചെയ്യുക. നമുക്ക് എന്താണോ ആ ടാഗിലോട്ട് മൂവ് ചെയ്യേണ്ടത് അത് എന്താണോ മൂവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ എൻട്രി ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടാഗ് പറഞ്ഞ ഓപ്ഷനകത്ത് അൺടാഗ് എന്ന് കാണിക്കും. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടാഗുകൾ അവിടെ വരും. അപ്പോൾ അതിനകത്ത് ഈ പ്ലാൻ പറഞ്ഞതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിലോട്ട് അസൈൻ ആയിക്കോളും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ പ്ലാൻ ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ
സാധാരണ നമ്മൾ ടാഗ് ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യല്. പിന്നെ നമുക്ക് പ്രോജക്റ്റ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സേവ് ചെയ്ത് പോവുക. സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ചാൻസ് അത് ക്രാഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് എന്താ പറയുക, സേവ് ചെയ്തിട്ട് പോവാവും നല്ലത്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യല്. ഇനിയിപ്പോൾ നമുക്ക് വാള് കാര്യങ്ങളൊക്കെ ഒന്ന് ട്രേസ് ചെയ്യാം. വാള് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓൾറെഡി നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ ബേസിക് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക, കീബോർഡിനകത്ത് 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ടൂൾ വരും. ഈ എവിടേക്കാണോ വേണ്ടത്, അതായത് വാള് കാര്യങ്ങൾ നമുക്ക് ട്രേസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കോർണർ ക്ലിക്ക് ചെയ്തു, ഈ ഒരു കോർണറിൽ വെച്ചു, അപ്പോൾ അങ്ങനെ റെക്റ്റാങ്കിൾ ആവും. ഇതുപോലെ എല്ലാ ഏരിയയും നമ്മൾ സെറ്റ് ചെയ്യണം. ഈ വിൻഡോ അടക്കം നമുക്ക് അതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് സെറ്റാക്കിയിട്ട് ഓക്കെ, അതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഏരിയ വരച്ചിട്ടുണ്ട്. നമുക്കിത് ശരിക്ക് ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ഏരിയൻ്റെ വാള് കാര്യങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇൻസൈഡ് വാള് ശരിക്കും നമുക്ക് വരയ്ക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, കാരണം നമ്മൾ എക്സ്റ്റീരിയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉള്ളിലെ വാളുകൾ ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. ഇവിടെ 2 പില്ലർ വരുന്നുണ്ട്, ആ പില്ലറിൻ്റെയും ട്രേസ് ചെയ്യുക. ഓക്കെ, നമ്മൾ വാള് കാര്യങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ട്. നമ്മളൊരു കണ്ടംപററി സ്റ്റൈൽ വീടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ വാള് ഇപ്പോൾ വരച്ചിട്ടുള്ള വാള് ഗ്രൂപ്പ് ചെയ്യണം. അതിന് സെലക്ട് ചെയ്യാൻ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ബൈ ചാൻസ് ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ടാഗിൻ്റെ ഒരു ഉപകാരം ഇവിടെയാണ് വരുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്പെസിഫിക് സാധനം മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരില്ല. ഐ മീൻ എല്ലാതും കൂടി സെലക്ട് ആവും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ എല്ലാ കാര്യങ്ങളും ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സംഭവം മാത്രമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനും കൂടിയും ഉപയോഗപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളെ ടാഗ്. പിന്നെ ഇത് സെലക്ഷൻ ഇതടക്കം കവർ ചെയ്ത് നമ്മൾ ഇങ്ങനെ പുറത്തു കൂടെ എടുക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാതും കൂടി സെലക്ട് ആവുന്നത്. നേരെ മറിച്ച് ഇത്രയും ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരച്ചിട്ടുള്ള പ്ലാൻ മാത്രമാണ് സെലക്ട് ആവുക. അതിനുശേഷം അത് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിനകത്ത് മേക്ക് എ ഗ്രൂപ്പ് അടിക്കുക. ഞാനത് ഓൾറെഡി Ctrl+G സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കീബോർഡിനകത്ത് ഷോർട്ട് കട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, Ctrl+G. ഈ ഷോർട്ട് കട്ട് എങ്ങനെ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിൻഡോയിൽ വരിക, പ്രിഫറൻസിനകത്ത് പോയി കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമുക്കിപ്പോൾ എന്താണോ വേണ്ടത്, ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് എന്ന് സെർച്ച് ചെയ്ത് നമുക്ക് എന്താണോ ആക്ഷൻ വേണ്ടത് ഇവിടുന്ന് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ഷോർട്ട് കട്ട് എന്നുള്ളടത്ത് നമുക്ക് വേണ്ട കീ, ഇപ്പോൾ Ctrl+G ആണെന്നുണ്ടെങ്കിൽ Ctrl പ്രസ് ചെയ്യുക, ജിയും പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ Ctrl+G വരും. അതിനുശേഷം ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചോണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്, അതിവിടെ താഴെ വരും. അതായത് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ Ctrl+G ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇതുപോലെ വരും. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് Ctrl+G പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഞാൻ ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്തതിനു ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് അനാവശ്യമായിട്ടുള്ള ലൈനുകൾ കാര്യങ്ങൾ ഡിലീറ്റ് ആക്കുക. ഓക്കെ, നമ്മളെപ്പോഴും പ്രോജക്റ്റ് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് തന്നെ കൊണ്ട് ചെയ്യുക എപ്പോഴും നല്ലത്. നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അനാവശ്യമായിട്ടുള്ള എല്ലാ ലൈനുകളും ഡിലീറ്റ് ആക്കി അതിനുശേഷം ഒരു 300 സെൻറ്റിമീറ്റർ, ഒരു 3 മീറ്റർ നമുക്ക് പുഷ് ചെയ്യാം. പുഷ് ചെയ്യാൻ കീബോർഡിനകത്ത് ഞാൻ ഇത് ടൂൾ ബാർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളൊക്കെ ബേസിക് ആയിട്ടുള്ള സംഭവമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ടൂളുകൾ വരുന്നുണ്ടോ എന്നുള്ളതാണ്, ഉപയോഗിക്കുമ്പോൾ വരുന്ന ടൂളുകളാണ് നമ്മൾ അതിൻ്റെ എക്സ്പ്ലെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിവേ പുഷ് പുൾ ടൂൾ എടുക്കുക, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക, അതല്ലെങ്കിൽ കീബോർഡിനകത്ത് പി അടിക്കുക. അപ്പോഴും കീബോർഡിൽ ഷോർട്ട് കട്ട് അടിച്ച് പ്രാക്ടീസ് ചെയ്യാവും നല്ലത്. അപ്പോൾ പി അടിച്ച് കഴിഞ്ഞാൽ പുഷ് പുൾ ടൂൾ എനേബിൾ ആയിട്ട് വരും. അതിനുശേഷം മുകളിലോട്ട് വെച്ചിട്ട് ഒരു 300 കൊടുക്കുക, 3 മീറ്റർ ഹൈറ്റിൽ പുഷ് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, എല്ലാ ഏരിയയും അതുപോലെ സെറ്റ് ചെയ്യുക.
ഓക്കെ, ഈ പില്ലറിൻ്റെ കേസിൽ ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 2.20 കൊടുക്കലുള്ളൂ. അത് നമുക്ക് നോക്കിയിട്ട് ഡിസൈനിനെ ബേസ് ചെയ്തിട്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു കണ്ടംപററിയാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടൊന്നല്ല, എപ്പോഴും സിറ്റ് ഔട്ടിൻ്റെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സൈസ് വരിക. അപ്പോൾ ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു 2.20 കൊടുക്കൽ. ഓക്കെ, പിന്നീട് നമുക്ക് നോക്കിയിട്ടേ ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വിൻഡോ ഒരു 20 സെൻറ്റിമീറ്റർ, ഇപ്പം നമ്മളെ മലബാർ ഏരിയയിലൊക്കെ നമ്മളെ വെട്ടുകല്ല് അതല്ലെങ്കിൽ ലാറ്റർ സ്റ്റോൺ വരുന്നത് ഹൈറ്റ് 20 അപ്പോൾ നമ്മളൊരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുത്തു. അതിൻ്റെ മുകളിലോട്ട് വിൻഡോ വെക്കാനുള്ള പരിപാടിയാണ്. ഇതും ആ ഒരു സൈസിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൊടുത്തു. ഇത് ടോയ്ലറ്റിൻ്റെ വെന്റിലേഷനാണ് വരുന്നത്, അപ്പോൾ ഒരു 1.60 കൊടുത്തു. ഇത് ബെഡ്റൂം 60 കൊടുത്തു. വിൻഡോൻ്റെ ഹൈറ്റ്, അതായത് സിൽ ലെവലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫ്ലോറിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വിൻഡോ വെക്കുക. 1.60 ബാത്റൂം, ഡബിൾ ക്ലിക്ക് ചെയ്യുക, 60. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം നമുക്കിപ്പോൾ ഈ മുകൾ ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ചില കേസിൽ നമുക്ക് ഈ താഴെ ഭാഗമൊക്കെ ഇങ്ങനെ സെലക്ട് ആയിട്ട് വരും. അതായത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ താഴെ ഇപ്പോൾ ഈ ഒരു പില്ലറിൻ്റെ ടോപ്പ് ഭാഗം ഇതൊക്കെ സെലക്ട് ആയില്ല, ഈ ഒരു ഭാഗമൊക്കെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂവിൽ വരിക. അതായത് ഈ ടൂൾസ് കണ്ടോ, ഈ ടൂൾസ് നമുക്ക് നമ്മളെ സ്കെച്ചപ്പിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടൂൾസുകളൊക്കെ വരുന്ന ഏതെങ്കിലും ഒരു ഫ്രീ സ്പേസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വന്നു കഴിഞ്ഞാൽ വ്യൂസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ വ്യൂസ് ടിക്കറ്റ് എടുക്കുക. അതായത് ഇവിടെ വന്നിട്ട് ഈ വ്യൂസ് പറഞ്ഞ ഓപ്ഷൻ ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ഈ ടൂൾസ് ഇവിടെ എനേബിൾ ആയിട്ട് വരും. അതിനകത്ത് നമുക്ക് ഒരുപാട് സൈഡുകൾ, അതായത് ഇതിപ്പോൾ ഫ്രണ്ടാണ്, ബാക്ക്, സൈഡുകൾ, ടോപ്പ് വ്യൂ, ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള വ്യൂ, ഇങ്ങനെ ഇതൊക്കെ കിട്ടും. അതിൽ വന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ഏതെങ്കിലും ഒരു വ്യൂവിൽ വരിക. ഞാനെപ്പോഴും ഏത് ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും. ഞാനെപ്പോഴും ഫ്രണ്ട് വ്യൂവിലാണ് വരില്ല. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അതിനകത്ത് പോയി കഴിഞ്ഞാൽ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 2D ആയിട്ട് കിട്ടും നമുക്ക്. അതായത് നമ്മൾ സെക്ഷനൊക്കെ വരക്കൂല, അതുപോലെ കിട്ടും. അതിനുശേഷം ലെഫ്റ്റിൽ നിന്ന് നേരെ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഗ്രൂപ്പാണ്, അപ്പോൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫ്രണ്ട് വ്യൂവിൽ വരിക, 2D മറ്റേ പാരലൽ പ്രൊജക്ഷൻ ഓൺ ആക്കുക. ഇവിടുന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഭാഗം മാത്രം സെലക്ട് ആവും. ഓക്കെ, അത് കുറച്ചങ്ങോട്ട് മൗസ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പെർട്ട് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കയ്യിലിങ്ങനെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എപ്പോഴും ഈ ഒരു സംഭവം ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ സൺഷെയ്ഡിൻ്റെ എഡ്ജൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആയിരിക്കും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കേസിലൊന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, ഈ പാരലൽ പ്രൊജക്ഷൻ ഓൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ നേരെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഏകദേശം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, എനിവേ ഈ ഒരു ടോപ്പ് ഭാഗം സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഒരു 90 സെൻറ്റിമീറ്റർ കൊടുക്കുക. അതായത് നമ്മൾ ലിൻഡൽ ലെവൽ, ഫ്ലോർ ലെവലിൽ നിന്ന് 2.10 ഹൈറ്റ്. അതിനുശേഷം പുഷ് പുൾ ടൂൾ എടുത്തിട്ട് എല്ലാ ഏരിയയും കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ ഓപ്പണിങ് വരുന്നുണ്ടോ അവിടെയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കീബോർഡിൽ അടിച്ച് കഴിഞ്ഞാൽ എറൈസർ ടൂൾ എനേബിൾ ആയിട്ട് വരും. അതിനുശേഷം അനാവശ്യമായിട്ടുള്ള എല്ലാ ലൈനുകളും, ഇത് നമ്മൾ വരച്ച് പോകുമ്പോൾ തന്നെ അനാവശ്യമായിട്ടുള്ള എല്ലാ ലൈനുകളും ഡിലീറ്റ് ആക്കി പോകുക നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാനും ഒക്കെ. ഇവിടെ ഇതിങ്ങനെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഓക്കെ, ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈനുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ലൈനും ഇങ്ങനെ ഡിലീറ്റ് ആക്കി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും. അപ്പം ഞാൻ അതിനൊരു പ്ലഗിന് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലീനപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലീനപ്പ് പറഞ്ഞിട്ടുള്ള പ്ലഗിന് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതെങ്ങനെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് ഈ എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ താഴെ ക്ലീനപ്പ് ഉണ്ടാകും. അതിന് ശേഷം ക്ലീന് കൊടുക്കുക. എന്നിട്ട് ക്ലീനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ലൈനുകളൊക്കെ ഡിലീറ്റ് ആയി പോകും. പക്ഷേ നമുക്ക് ഈ ലൈനുകളൊക്കെ ഇവിടെ കണക്റ്റഡ് ആയി എടുക്കുന്നതുകൊണ്ട് ഇതൊന്നും പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഔട്ട് സൈഡിലുള്ള എല്ലാ ലൈനുകളും ഡിലീറ്റ് ആക്കും. ഓക്കെ, ഔട്ട് സൈഡിലുള്ള വീടിൻ്റെ പുറത്തുള്ള എല്ലാ ലൈനുകളും ഡിലീറ്റ് ആക്കുക. ഓക്കെ, ഇപ്പോൾ ഔട്ട് സൈഡിലുള്ള എല്ലാ ലൈനും ഡിലീറ്റ് ആയി. അതിനുശേഷം കൺട്രോൾ എ അടിച്ച് കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആവും. ഇതിപ്പോൾ ഗ്രൂപ്പിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് കൺട്രോൾ എ അടിച്ചത്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ കൺട്രോൾ എ അടിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാൻ അടക്കം സെലക്ട് ആവും. അങ്ങനെ ചെയ്യരുത്. ഗ്രൂപ്പിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കൺട്രോൾ എ അടിക്കുക. അതല്ലെങ്കിൽ
റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവും. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം വീണ്ടും എക്സ്റ്റൻഷനിൽ പോവുക, ക്ലീനപ്പ് എടുക്കുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. ഈ ലൈൻ നമ്മൾ നേരത്തെ ഡിലീറ്റ് ആക്കാത്തത് കൊണ്ട് കണക്റ്റഡ് ആയി കിടക്കുന്നതുകൊണ്ടാണ് അത് പോവായിരുന്നത്. അതായത് ഈ ലൈന് അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ആയി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വാള് കാര്യങ്ങൾ വരയ്ക്കൽ. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ടാഗ് ചെയ്യുക. അപ്പോൾ ടാഗിൽ വരിക ഗ്രൗണ്ട് വാള്. എപ്പോഴും നമ്മൾ പേര് കൊടുത്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാൻ എപ്പോഴും നല്ലത്. അതാകുമ്പോൾ അതൊരു പ്രാക്ടീസായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും നമുക്ക് മൈൻഡിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഉപകാരമാണ്. അപ്പോൾ ഗ്രൗണ്ട് വാളിന് പേര് കൊടുത്തു, സേവ് ചെയ്തു. ഇടക്കിടക്ക് സേവ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് ശരിക്കും ഇവിടെ ഒരു വിൻഡോ വേണം കേട്ടോ. അത് പ്ലാനിനകത്തില്ല. പിന്നെ ആക്ച്വലി ഇത് ക്ലയൻറ്റിന് കൊടുക്കാനല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു വിൻഡോ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ലിവിങ് ആണ് ഇവിടെ വരുന്നത്. ലിവിങ്ങിൽ അതെ ലിവിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ലിവിങ്ങിൽ നമുക്കൊരു വിൻഡോ കൊടുക്കണം. 2 മീറ്ററിൻ്റെ വിൻഡോ കൊടുക്കാം നമുക്ക്. ഈ ലൈന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് മൂവ് ചെയ്തൊക്കെ ഒരു 60 കയറ്റി വെക്കുക. ഈ എക്സ്ട്രാ ലൈനുകൾ ഡിലീറ്റ് ആക്കുക. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലേ പിന്നെ ഇത് കട്ട് ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സുഖമായിട്ടുള്ള രീതി എന്താ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ് പുൾ ടൂൾ എടുക്കുക. അതായത് പി അടിക്കുക കീബോർഡിൽ. അതിനുശേഷം ആദ്യം ഈ ലൈൻ സെലക്ട് ചെയ്യുക. അതായത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം സെലക്ട് ചെയ്തിട്ട് പി അടിക്കുക. ഇതിനുള്ളിലോട്ട് മൂവ് ചെയ്യുക. ഉള്ളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും. അതായത് എന്താ പറയുക, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഒരു ഇപ്പോൾ അതായത് ഇങ്ങനെ ഇതിപ്പോൾ ഫുള്ള് ഗ്രേ ഷെയ്ഡ് അല്ലേ, ഇങ്ങനെയല്ല. ഇതിപ്പോൾ എന്താ പറയുക ഫുൾ ഗ്രേ ഷെയ്ഡും അല്ല ഫുൾ വൈറ്റും അല്ലാതെ മിക്സ് ആയിട്ടൊരു സംഭവം വരില്ലേ. അതുമ്പോൾ ആ ഒരു പോയിന്റിൽ എത്തിയിട്ട് നമ്മൾ മൗസുമെന്ന് റൈറ്റ് ക്ലിക്ക് അതായത് കൈ എടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ കട്ടായി പോകും. അതായത് പി അടിച്ചിട്ട് പുഷ് പുൾ ടൂൾ എടുക്കുക, ബാക്കിലോട്ട് മൂവ് ചെയ്യുക. ഇങ്ങനെ ആ ഒരു നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു രീതി വരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മൗസുമെന്ന് കൈ എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ടായി പോകും. അതല്ലെങ്കിൽ പിന്നെ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ വാളിൻ്റെ തിക്നെസ് 23 അപ്പോൾ നമ്മൾ പുഷ് പുൾ എടുക്കുക, ബാക്കിലോട്ട് കുറച്ച് മൂവ് ചെയ്ത് വെക്കുക. കീബോർഡിനകത്ത് 23 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മൂവ് ചെയ്ത് വെച്ചിട്ട് 23 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കട്ടായി പോകും. കട്ടായി പോവാതെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ആക്കിയാലും മതി. എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് അപ്പം നമുക്ക് വിൻഡോ വാള് കാര്യങ്ങൾ കട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അപ്പം നമുക്കിനിപ്പോൾ ഫൗണ്ടേഷൻ ഒന്ന് വരയ്ക്കുക. ബാക്കി എല്ലാ ഏരിയയും ഓക്കെയാണ്. ഇനി പെൻസിൽ ടൂൾ എടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെക്ടാങ്കിൾ ടൂൾ വെച്ചിട്ട് വരയ്ക്കാം. റെക്ടാങ്കിൾ ടൂൾ വെച്ചിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 റെക്ടാങ്കിളൊക്കെ വെച്ച് വരയ്ക്കേണ്ടി വരും. കാരണം ആദ്യം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത്രയും ഏരിയ ഒന്ന് സെലക്ട് ചെയ്തു. പിന്നെ ഈ ഏരിയ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഈ ഒരു പോയിന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ചില കേസിൽ ഇപ്പോൾ സിമ്പിളായിട്ടുള്ള റെക്ടാങ്കിൾ അതല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. കുറേ കട്ടിങ്ങൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ചെയ്യൽ പെൻസിൽ ടൂൾ എടുക്കും, ലൈൻ ടൂൾ എടുക്കും. അതായത് കീബോർഡിനകത്ത് എല്ലാം അടിച്ച് കഴിഞ്ഞാൽ പെൻസിൽ ടൂൾ എനേബിൾ ആയിട്ട് ലൈൻ ടൂൾ എനേബിൾ ആയിട്ട് വരും. അതിൽ ഈ ഒരു പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊടുന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു ഏരിയ ട്രേസ് ചെയ്തെടുക്കുക. ഫൗണ്ടേഷൻ വേണ്ട ഏരിയ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ അത് എല്ലാ ലൈനും കൂടി കണക്റ്റ് ആകുമ്പോൾ ഇതുപോലെ അവിടെ ഫേസ് ആയിട്ട് വരും. അതിനുശേഷം വീണ്ടും പുഷ് പുൾ ടൂൾ എടുത്ത് പി അടിക്കുക.
താഴോട്ട് ഒരു 60 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. അതിന് ശേഷം ഇത് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതായത് ഗ്രൂപ്പ് ചെയ്യുക. ഷോർട്ട് കട്ട് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് എ ഗ്രൂപ്പ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വരിക, ഫൗണ്ടേഷനോ ഫ്ലോറിനോ എന്തെങ്കിലും ടാഗ് നെയിം കൊടുക്കുക. ഈ ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. ഈ മോഡൽ ഇൻഫോ എൻട്രി ഇൻഫോ വന്നു കഴിഞ്ഞാൽ അൺടാഗ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഫൗണ്ടേഷൻ കൊടുക്കുക. അതാകുമ്പോൾ പിന്നെ നമുക്ക് സുഖമാണ്. നമുക്കിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ നമ്മൾ വാളിലോട്ട് മാറ്റിയിട്ടില്ല. അപ്പോൾ വാള് സെലക്ട് ചെയ്യുക, അൺടാഗിൽ വന്നിട്ട് ഗ്രൗണ്ട് വാള് കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ സീലിംഗ് ഒക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫൗണ്ടേഷൻ ഓഫ് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഫയൽ മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീലിംഗ് കാര്യങ്ങളൊക്കെ വരയ്ക്കാനുള്ള രീതിയിൽ കിട്ടും. അങ്ങനെ അത് എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഉപകാരം ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് തൽക്കാലം ഇതിന് ഫ്ലോർ വരക്കുക, മറ്റേ റൂഫ് വരക്കുമ്പോൾ തൽക്കാലം ഞാൻ സിറ്റ് ഔട്ട് ഉൾപ്പെടുത്തുന്നില്ല. സിറ്റ് ഔട്ട് നമുക്ക് ഈ ഒരു കേസിൽ വേണ്ടി വരും, കാരണം നമുക്ക് ബാൽക്കണി വരുന്നതുകൊണ്ട് ഈ ഒരു സിറ്റ് ഔട്ട് മുകളിലോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഞാനത് നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് ലൈന് വരച്ച് ഇത് ഫുള്ളായിട്ട് കണക്ട് ചെയ്യുക. നമുക്ക് വേണ്ട ഏരിയകൾ കംപ്ലീറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. ഒരു 10 സെൻറ്റിമീറ്റർ തിക്നെസ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാള് കാര്യങ്ങൾ വരക്കണം. ഇതുപോലെ തന്നെ ടാഗ് ചെയ്യുക. ഗ്രൗണ്ട് റൂഫ് കാരണം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാള് കാര്യങ്ങൾ വരക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് കണക്റ്റ് ആയിട്ടില്ലല്ലോ, അതായത് ഇപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ലൈന് കണക്റ്റഡ് അല്ല. അപ്പം നമുക്ക് അങ്ങനത്തെ കേസിൽ ഇവിടെ റെക്റ്റാങ്കിൾ വരയ്ക്കാനായി നമുക്ക് നോർമൽ കേസിൽ നമുക്കിങ്ങനെ പോയിന്റ് ക്ലിക്ക് ചെയ്ത് വെക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ തെറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ മൗസിൽ ക്ലിക്ക് ചെയ്യരുത്, അവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക. അതായത് മൗസുമൊന്നും ക്ലിക്ക് ചെയ്യാതെ ആ ഒരു പോയിന്റിൽ തന്നെ കൊടുന്ന് വെച്ചതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോസ് ലൈന് കാണും. ഓക്കെ, അതായത് ഈ പോയിന്റിൽ ഹോൾഡ് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, നേരെ മുകളിലോട്ടാണ് മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് എപ്പോഴും മിക്ക കേസിലും ഈ ഓട്ടോകാഡ് ഫയൽ ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഓട്ടോകാഡിൽ കറക്റ്റ് വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും വാൾ വരയ്ക്കാൻ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സെറ്റപ്പാണത്. അല്ലെങ്കിൽ അങ്ങനത്തെ കേസിൽ അങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ അത് കണക്റ്റഡ് അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, താഴോട്ട് വെക്കുക. അപ്പോൾ അത് കറക്റ്റ് അലൈനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാത്തും കൂടി സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് അടിക്കുക, അനാവശ്യ ലൈനുകൾ ഡിലീറ്റ് ആക്കിയിട്ട് കാര്യങ്ങളെപ്പോഴും നീറ്റാക്കി വെക്കുക. പ്രോജക്റ്റ് എപ്പോഴും അനാവശ്യമായുള്ള എല്ലാ സംഭവം സ്പോട്ടിൽ ഡിലീറ്റ് ചെയ്ത് പോവുക. അതാകുമ്പോൾ പ്രോജക്റ്റ് നല്ല നീറ്റായിരിക്കും. നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ചില സമയങ്ങളിൽ ഒരുപാട് ലൈനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ലോഡ് കൂടും, സിസ്റ്റം ലോഡ് കൂടുതലെടുക്കും. രണ്ടാമത്തത് നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം 3 മീറ്റർ ഹൈറ്റ് കൊടുക്കുക വാളിന്. വിൻഡോൻ്റെ സിൽ ലെവൽ ഒരു 60 കൊടുക്കുക. ഇത് ആക്ച്വലി നമുക്കിവിടെ വേണ്ടി വരില്ല കേട്ടോ. ഈ ഒരു ലെവല് ഒരു 20 കൊടുത്താൽ മതി. നമുക്ക് നോക്കട്ടെ, നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ സ്റ്റെയർ ഏരിയ ആയതുകൊണ്ടേ ഒരു 60 കൊടുക്കുക. $160 കൊടുക്കുക.
60. ശേഷം ടോപ്പ് ഭാഗം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഈ 2 ലെവലും തമ്മിൽ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈൻമക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ പ്ലാന് കറക്റ്റ് മാർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്തായിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സമയത്ത് നമ്മളിതിങ്ങനെ ഈ എഡ്ജ് ഡിലീറ്റ് ആയി പോകുമ്പോഴേ ഇതിങ്ങനെ ഡിലീറ്റ് ആയി പോകും. അപ്പം നമുക്ക് ചിലപ്പം ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ ഇഷ്യൂ വരുന്ന ഭാഗം ഒന്ന് നമ്മൾ എന്താ പറയുക ഒന്ന് പക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് കട്ടായി പോകും. കാരണം അവിടെ പക്കായിട്ടല്ല ഒരു പൊടിക്ക് വ്യത്യാസം കാണുന്നുണ്ട്. ഇതിലും ചെറിയ വ്യത്യാസത്തിലൊക്കെ കാണും ചില സമയങ്ങളിൽ നമുക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് ഇഷ്യൂ വരുന്ന ഭാഗങ്ങളിൽ നോക്കിയിട്ട് സെറ്റ് ചെയ്താൽ മതിയാവും. എന്താണ് പ്രശ്നം എന്ന് നോക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ മതി. അനാവശ്യമായിട്ടുള്ള എല്ലാ ലൈനുകളും ഡിലീറ്റ് ആക്കുക. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്ത് ചെയ്യുമ്പോഴും ഈ ലൈന് കാര്യങ്ങളൊക്കെ ക്ലിയർ അടിച്ച് പോവാം. എപ്പോഴും അതിൻ്റെ പ്രോജക്റ്റിൻ്റെ നീറ്റ്നെസ് അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പത്തിനൊക്കെ ഇതാണ് നല്ലത്. പിന്നെ നമ്മൾ ബേസിക് ക്ലാസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരുപാട് ചാനലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമുക്ക് നിൽക്കായിരുന്നു. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, ക്ലീനപ്പ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇവിടെയൊക്കെ ആ ഒരു വിഷയം വന്നിട്ടുണ്ട്. ആ ഒരു അലൈൻമെൻറ്റിൻ്റെ വിഷയം കണ്ടോ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ലൈനുകളൊന്നും പോവാതിരുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുക, സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പേ കാണുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് സെറ്റ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ലൈനുകൾ ഡിലീറ്റ് ആക്കുക. ചില സമയങ്ങളിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കട്ടായി പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ടൂൾ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ എക്സ്ട്രാ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളത് വരച്ചപ്പോൾ ഇവിടെ ഒരു മുകളിൽ ഇങ്ങനെ കണക്റ്റായിട്ട് ലൈൻ വന്നാൽ ഡിലീറ്റ് ആയി കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ബാക്കിലോട്ട് മൂവ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോയിക്കോളും. ഈ ഒരു സംഭവം ഓക്കെ. ഇതിങ്ങനെ മൂവ് ചെയ്ത് വെക്കുമ്പോൾ ഇവിടെ കട്ടായി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വരുന്ന ഈ ഒരു പീസില്ലേ, ഈ ഒരു പീസും ഈ 2 പീസും ഒരേ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ലൈന് ഡിലീറ്റ് ആക്കുക. അതിന് ശേഷം ഇത് ബാക്കിലോട്ട് മൂവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എല്ലാ ഏരിയയും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി മൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതായത് മനസ്സിലായില്ല? അതായത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേ ഇവിടെ കട്ടായി പോവാണ്. അതായത് ഹോളായിട്ട് വരികയാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലോട്ട് ഹോളാണ് കാണുന്നത്. അതായത് ബാക്കിലോട്ട് പോവല്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിലോട്ട് മൂവ് ചെയ്യുമ്പോൾ കൺട്രോൾ പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കോപ്പി അവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഈ മൗസ് പോയിന്റിൻ്റെ അവിടെ ആ ഒരു പ്ലസ് ബട്ടൺ കണ്ട അത് ശ്രദ്ധിക്കണം. അത് ആ ഒരു പ്ലസ് ബട്ടൺ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിന്നെ അതിൻ്റെ കോപ്പി ആയിരിക്കും വരിക. കണ്ടോ, അതിൻ്റെ കോപ്പിയാണ് വരിക. ഓക്കെ, അപ്പോൾ അത് നോക്കിയാൽ മതി. കോപ്പി എടുക്കേണ്ട കേസിൽ നമുക്ക് ഈ പ്ലസ് ബട്ടൺ അവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി കൺട്രോൾ പ്രസ് ചെയ്താൽ മതി. അതായത് കൺട്രോൾ സിംഗിൾ പ്രസ് ചെയ്യുമ്പോൾ അത് പ്ലസ് ബട്ടൺ വരും, ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ അത് ഓഫായി പോകും. അതിനുശേഷം ഒന്ന് ബാക്കിലോട്ട് മൂവ് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് അവിടെ വന്നോളും. അതിനുശേഷം അനാവശ്യ ലൈനുകൾ ഓഫ് ചെയ്യുക, ഡിലീറ്റ് ആക്കുക.
എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈനുകളൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയൊക്കെ ഈ ഒരു വിഷയം വന്നിട്ടുണ്ട്. ആ വിഷയം പ്ലാന് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ശരിക്കും ഇൻസൈഡ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, എന്നാലും നമ്മളെപ്പോഴും പ്രോജക്റ്റ് എപ്പോഴും ക്ലീൻ ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഒരു നീറ്റാക്കി പോവാം എപ്പോഴും നല്ലത്. ഓക്കെ, എന്നിട്ട് ഈ ലൈനുകൾ എന്നിട്ട് കൂട്ടി വരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കണക്റ്റ് ആവും. അനാവശ്യ ലൈനുകൾ ഡിലീറ്റ് ആക്കുക. കാരണം ചില സമയങ്ങളിൽ നമ്മൾ പിന്നെ ഇൻറ്റീരിയർ ഈ സെയിം ഫയലിലായിരിക്കും നമ്മൾ ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ സെയിം ഫയലിലാണ് ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ആദ്യം തന്നെയാണ് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇവിടെ ഈ ഒരു ഇഷ്യൂ ഉണ്ട്. അതിനുശേഷം ലൈൻ ടൂൾ എടുത്ത് ഇവിടുന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്യുക. അനാവശ്യ ലൈനുകൾ കംപ്ലീറ്റ് ഡിലീറ്റ് ആക്കി കൊടുക്കുക. ഇതിങ്ങനെ ക്ലോസ് ആയിട്ടുണ്ടാവും. ക്ലോസ് ആയതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്രേ ഷെയ്ഡ് കണ്ട്, ഈ ഗ്രേ ഷെയ്ഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മെറ്റീരിയലൊക്കെ കൊടുത്ത് റെൻഡർ ചെയ്യുമ്പോൾ അത് പക്കായിട്ട് കിട്ടൂല. അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ കറക്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഫേസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ബാഗും വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്ന് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ ഈ എല്ലാ ഗ്രേ കളർ കാണുന്ന എല്ലാ ഏരിയയും ഒരേ സമയം സെലക്ട് ചെയ്തിട്ട് റിവേഴ്സ് ഫേസ് അടിക്കുക. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് റെഡിയാവും. അതല്ലെങ്കിൽ പിന്നത്തെ ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചില കേസിൽ നമുക്ക് ഓക്കെ ആയിരിക്കും, ചില കേസിൽ നമുക്കത് വീണ്ടും അതിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഐ മീൻ ചിലതൊക്കെ കൊളാവും. അപ്പോൾ ഇതെങ്ങനെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ വൈറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഓറിയൻറ്റ് ഫേസ് ആയിട്ടൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എല്ലാ ഏരിയയും വൈറ്റിലോട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് ഫേസ് കാര്യങ്ങൾ സെറ്റ് ചെയ്യൽ. അതിനുശേഷം ഇതിനെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് കറക്റ്റ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണത് വരുന്നത്. ഓക്കെ, നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ ബാൽക്കണി വരുന്നില്ല. അത് ഓപ്പൺ ഡ്രസ്സിൽ തന്നെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്ക് ബാൽക്കണി സിറ്റ് ഔട്ട് 2.40 ഹൈറ്റിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ റെക്റ്റാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഒരു സ്ക്വയർ അവിടെ വരും. അതല്ലെങ്കിൽ ഒന്നും കൂടി എളുപ്പം, വർക്കിംഗ് പ്രാക്ടീസ് എപ്പോഴും നല്ലത്, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സംഭവം കൺട്രോൾ സി അടിച്ച് കോപ്പി ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ പേസ്റ്റ് സിംപ്ലൈസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഓൾറെഡി കൺട്രോൾ ഷിഫ്റ്റ് വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലോട്ട് ഷോർട്ട് കട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതാണ് ഒന്നും കൂടി എളുപ്പം. നിങ്ങൾക്കത് ഒന്നെങ്കിൽ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരച്ചാൽ മതി. അതിന് ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. നേരെ ഇങ്ങോട്ടേക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. പിന്നെ അതിലുള്ള അത് വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ടൂളാണ്. ലൈൻ ടൂൾ എടുത്ത് ഇവിടുന്ന് കണക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെച്ച് അങ്ങനെ എടുക്കുന്നതിനെക്കാട്ടും നമുക്കൊന്നും കൂടി എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റിയ പല ഏരിയകളിലും പല രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിലൊക്കെ നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് വരയ്ക്കാൻ ഏറ്റവും സുഖം. 2 ലൈന് കണക്ട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത്. പിന്നെ ഇതും ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അതിനുശേഷം റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ സ്ലാബ് വരയ്ക്കുക. ഓക്കെ, അതിന് ഞാനൊരു 15 സെൻറ്റിമീറ്റർ കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്നെസ്സുള്ള സ്ലാബാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പല രീതിയിൽ മോഡൽ ചെയ്യാൻ, ഇപ്പോൾ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഡിസൈനൊന്നും വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല. പിന്നെ ക്ലയൻസ് നമ്മളൊരു ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുമ്പോൾ എപ്പോഴും ക്ലയൻറ്റിനോട് ആദ്യം തന്നെ നമ്മൾ റെഫറൻസ് കാര്യങ്ങൾ ചോദിക്കണം. ഏത് രീതിയിലുള്ള മോഡലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കണം. അതല്ലെങ്കിൽ ഏത് സ്റ്റൈലാണെന്ന് ചോദിക്കണം. അവരെ കയ്യിൽ റെഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആ റെഫറൻസ് നമ്മൾ ആദ്യം തന്നെ വാങ്ങണം. ഈ ചില ക്ലയൻസ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് നമ്മൾ അങ്ങോട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ അവർ ഓക്കെ ആയിരിക്കും. ഈ ചില ക്ലയൻസ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലയൻസിനെ കുറ്റം പറയല്ല. ഈ ചില ക്ലയൻസ് അവർക്ക് ആഗ്രഹം ഉണ്ടാവും
ഈ ചില ക്ലയൻസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, ഇന്ന രീതിയിൽ വേണം, അതല്ലെങ്കിൽ അവിടെ ഇന്ന രീതിയിൽ വേണം എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അങ്ങനെ ആയിരിക്കും. പക്ഷെ അവരത് നമ്മളോട് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും നല്ലത് നമ്മളിൽ നിന്ന് കിട്ടുമോ എന്നുള്ള ഒരു ലെവലിൽ അവർ നമ്മളോട് പറയില്ല. ചിലപ്പം പറയും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചെയ്ത് എന്താ പറയാ, ചില ഒട്ടുമിക്ക ആൾക്കാരും റെൻഡർ ഔട്ട്പുട്ടാണ് ക്ലയൻസിനെ കാണിക്കല്. ഞാനൊന്നും എന്താ പറയാ, റെൻഡർ ഔട്ട്പുട്ട് അല്ല ക്ലയൻസിനെ കാണിക്കല്, സ്കെച്ചപ്പിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഞാൻ കാണിക്കല്. പക്ഷെ മിക്ക കേസിലും പിന്നെ എന്താ പറയാ, ഈ റെൻഡർ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് പലരും കാണിക്കല്. അപ്പൊ അതിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനല്ല, നമ്മൾ ഇന്ന രീതിയിലാണ്, അപ്പൊ അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർ റെഫറൻസ് തരും. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ മാക്സിമം എന്താ പറയാ, നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം സംസാരിച്ച് റെഫറൻസ് കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവും നല്ലത്. നമ്മളെ ഭാഗത്തുനിന്ന് ശ്രമിച്ചിട്ടും തരാത്ത ക്ലയൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോ ഇത്ര ഉള്ള ഈ ഒരു വീഡിയോ. ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. ബാക്കി വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.